ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലോട്ടൊന്ന് പോകുക കേട്ടോ. രാവിലെ മോളെ സ്കൂളിലൊക്കെ അയച്ചു, പിന്നെ രാവിലെ കുളിച്ചു രാമായണമൊക്കെ ചൊല്ലിയിട്ട് വീട്ടിലൊന്ന് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ വീടിനടുത്ത് ഒരു അമ്പലമുണ്ടേ, ദുർഗാദേവി ക്ഷേത്രമാണ്. നാഗരാജാവും ദുർഗാദേവിയൊക്കെ ഉള്ള ഒരു കൊച്ചൊരു അമ്പലമാണ്. ഇത് പോകുന്ന വഴിക്കുള്ള ഒരു മനോഹരമായ ഒരു സ്ഥലമാണ്. കണ്ടാലും കണ്ടാലും മതി വരാത്തൊരു സ്ഥലം. പക്ഷേ അടുത്തോട്ട് പോകാൻ ഇപ്പോഴും എനിക്ക് ഭയമാണ്. ഒന്നാമത് ആ ഏരിയയിലെ ആളില്ല, അതുമല്ല ഇതിനകത്ത് ഒരുപാട് അപകടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഒരുപാട് പേര് ഇവിടെ വീണ് മരിച്ചെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അടുത്തോട്ട് പോയി ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് പേടിയാണ് അങ്ങോട്ട് പോകാൻ. സത്യം പറയാലോ, ഇങ്ങനെയല്ല കേട്ടോ ഈ സ്ഥലം. കണ്ടാൽ ഇത് നമുക്ക് കണ്ണെടുക്കാൻ തോന്നാത്തത്ര ഭംഗിയാണ്. പക്ഷെ ഞാൻ ഈ ഏരിയ പൊതുവേ ആളൊക്കെ കുറഞ്ഞൊരു ഏരിയ ആയതുകൊണ്ട് ഞാൻ അധിക സമയം അവിടെ നിന്നില്ല. എന്നാൽ ഇത് സ്ഥലം കണ്ടിട്ട് വീഡിയോ എടുക്കാതിരിക്കാനും തോന്നില്ല. അതാ പെട്ടെന്നൊന്ന് വീഡിയോ എടുത്തിട്ട് ഞാൻ അപ്പോഴേ അവിടെ നിന്ന് പോവുമായിരുന്നു. ഇനിയൊരിക്കലാവട്ടെ ഹസ്ബൻഡിൻ്റെ കൂടെയൊക്കെ പോകുന്ന സമയത്ത് കുറച്ചും കൂടി അടുക്ക ചെന്ന് നന്നായിട്ട് വീഡിയോ എടുത്ത് ഷെയർ ചെയ്യാമേ. പിന്നെ വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. എൻ്റെ അമ്മയ്ക്കും അച്ഛനൊക്കെ ഏറ്റവും ഇഷ്ടം ഈ ബജി ഐറ്റംസാണ്. ഉഴുന്നുവട, ഉള്ളിവട, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ്. നല്ല ചൂടോടെ ഉഴുന്നുവട ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട്. കുറച്ച് ഉഴുന്നുവടയൊക്കെ വാങ്ങിച്ചു. പിന്നെ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ അമ്പലമുണ്ട് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ദേവീക്ഷേത്രം, ചിറക്കര ദേവീക്ഷേത്രം. നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമല്ലേ. ഞാൻ ചെന്നപ്പോൾ പൂജ സമയമായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ കയറി തൊഴുതിട്ട് പിന്നെ ഇറങ്ങിയിട്ടാണ് വീഡിയോ എടുത്തത്. എനിക്കറിയാവുന്ന നാട് എൻ്റെ സ്ഥലമായതുകൊണ്ട് എനിക്ക് ഫോണും കൊണ്ട് ആൾക്കാരെ മുന്നിൽ പോയി വീഡിയോ എടുക്കാൻ ഭയങ്കര ചമ്മലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഒളിച്ച് നിന്ന് എടുക്കുന്നത്, ആരും കാണാതെ ഇങ്ങനെ എടുത്തതാണ്. ഞങ്ങളുടെ തോടും അമ്പലവും ഞാൻ പ്രസാദമൊക്കെ അമ്പലത്തിൽ പ്രസാദമൊക്കെ കിട്ടി. ഇതാണ് ഞങ്ങളുടെ അമ്പലക്കുളം. എൻ്റെ അടുത്തൊക്കെ പോയി നിന്ന് എടുക്കണമെന്നുണ്ട്, പക്ഷെ ഒത്തിരി പേര് അതിലേക്കൂടെയൊക്കെ പോകുന്നുണ്ട്. എല്ലാം അറിയാവുന്ന ആൾക്കാരായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ വീടെത്തി. ഇതാണ് എൻ്റെ വീട്. വീട്ടിൽ ചെന്നു, ഹാളിൽ നോക്കി ആരെയും കണ്ടില്ല. ടി വിയിൽ ന്യൂസ് മാത്രം നടക്കുന്നു. നിർമ്മല സീതാരാമൻ്റെ ബജറ്റ് അവതരണമായിരുന്നു. പിന്നെ നേരെ കിച്ചണിലോട്ടാണ് ചെന്നത്. അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ വരുന്ന ദിവസങ്ങളിൽ അച്ഛൻ എനിക്കായിട്ട് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കിയൊക്കെ. ഇന്ന് ചിക്കൻ കറി ആയിരുന്നു. അച്ഛൻ്റെ ചിക്കൻ കറി ഞാൻ കഴിച്ചിട്ടുള്ളതിൽ ഏറ്റവും നല്ല കറി അച്ഛൻ ഉണ്ടാക്കുന്ന ചിക്കൻ കറി കേട്ടോ. പിന്നെ ഞാൻ നേരെ അമ്മയെ കാണാൻ പോയി. അമ്മ മീൻ വൃത്തിയാക്കുമായിരുന്നു. അമ്മയ്ക്ക് കൂട്ടായിട്ട് കുറച്ച് പേരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അമ്മയുടെ അവിടെ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കുറച്ച് സമയം അവിടെ ഇരുന്നു. അമ്മയ്ക്കൊക്കെ കൂട്ടിന് പുതിയൊരാളും കൂടി എത്തിയിട്ടുണ്ട് കേട്ടോ. അടുത്തടുത്ത് വരുന്നതേ ഉള്ള ആൾ. ഇനി ഇത് കഴിഞ്ഞ് പൂച്ചകളൊക്കെ അവർക്ക് വയറ് നിറഞ്ഞ് പോകുമ്പോഴത്തേക്ക് അദ്ദേഹത്തിനുള്ള കിട്ടുമെന്നറിയാം. പുറത്തുനിന്ന് വന്നതായിട്ട് അധികം അടുപ്പിക്കാറില്ല. ഇത് പാഷൻ ഫ്രൂട്ട്. ഇതിൽ ഒത്തിരി പിടിച്ച് നിൽപ്പുണ്ടായിരുന്നു. ഞാൻ പോകാൻ നേരം കുറേ പിച്ചിക്കൊണ്ടാണ് പോയത്. പിന്നെ കാര്യമൊക്കെ പറഞ്ഞിട്ട് വന്നപ്പോൾ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഒരു ഇതായി. ആരെങ്കിലും വയ്ക്കുന്ന കറിയിൽ പോയി കൈയിട്ടിളക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൈയിട്ടിളക്കാനല്ല, ഇതുപോലെ ഇളക്കിയൊക്കെ ഒന്ന് മറിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അച്ഛൻ എനിക്ക് ഉപ്പ് വെക്കാനായിട്ട്, ഞങ്ങളിവിടെ ഇങ്ങനെയാണ്, ചിക്കൻ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലേറ്റിൽ ഇങ്ങനെ കുറേ എടുത്തുകൊണ്ട് വന്നിട്ട് ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കും. അതൊരു ഭയങ്കര ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ വയ്ക്കുന്ന ചിക്കൻ കറിയുടെ പകുതി ഇതുപോലെ ഉപ്പ് നോക്കിയാൽ തീർക്കാറ് കേട്ടോ. പിന്നെ അമ്മ നല്ല ചക്ക കൂട്ടാൻ വെച്ചായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ചക്കയും കൂടി എടുത്തുകൊണ്ട് വന്ന് അതിൻ്റെ കൂടെ ഇട്ട് കഴിച്ചു. സത്യം പറഞ്ഞാൽ കുറേ നാൾ കൂടിയാണ് നല്ല ഫുഡ് കഴിച്ചത്. എനിക്കാണെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കിയ ആഹാരം കഴിക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ആഹാരമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പെട്ടെന്ന് അങ്ങ് ഇറങ്ങി കേട്ടോ. എനിക്ക് കുറേ സാധനങ്ങൾ മേടിക്കാനും മോളുടെ യൂണിഫോം തയ്ക്കാൻ കൊടുത്തതൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. ഉച്ച സമയമായതുകൊണ്ട് റോഡിലൊന്നും അധികം തിരക്കില്ലായിരുന്നു. ഭക്ഷണം കഴിച്ച് ഉടനെ ഇറങ്ങിയോണ്ടും നല്ല വെയിലിൻ്റെ ചൂടൊക്കെ ആയതുകൊണ്ട് ഞാൻ ഒരുപാട് വലഞ്ഞു. നമുക്ക് വയറ് നിറഞ്ഞാലും ക്ഷീണമാണ്, വയറ് വിശന്നിരുന്നാലും ക്ഷീണമല്ലേ. ഭയങ്കര ക്ഷീണമായിരുന്നു. പിന്നെ സപ്ലൈകോയിൽ കയറി കുറച്ച് സാധനങ്ങൾ, സബ്സിഡി സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. ഉഴുന്ന് മാത്രം എങ്ങാണ്ടേ കിട്ടിയുള്ളൂ. പിന്നെ ഇപ്പോൾ 2 മണി തൊട്ട് 3 മണി വരെ ബില്ലടിക്കുമ്പോൾ നോൺ സബ്സിഡി സാധനങ്ങൾക്ക് സബ്സിഡി കിട്ടുമെന്ന് അവർ പറയുന്ന കേട്ടു. അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മാത്രമേ എടുത്തുള്ളൂ. അതും വാങ്ങിച്ചു. പിന്നെ നേരെ തയ്യക്കടയിലോട്ട് പോയി യൂണിഫോമും വാങ്ങി. പോകുന്ന വഴിക്ക് വെള്ളം കുടിച്ചോളാൻ വയ്യാഞ്ഞ് ഒരമ്മയുടെ കടയിലേക്ക് നിർത്തി. അവിടുന്ന് ഒരു നറുതണ്ടി സർബത്ത് എന്നല്ലേ ഈ വെള്ളത്തിന് പറയുന്നത്, അതും വാങ്ങി കുടിച്ചിട്ടൊക്കെയാണ് പോയത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ അമ്മയും അച്ഛനും പറഞ്ഞതാണ് വൈകിട്ട് പോയാൽ മതിയെന്ന്. പക്ഷേ അപ്പോഴും വൈകിട്ട് അവിടെ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എണീക്കാൻ ഭയങ്കര പാടാണ്. 5 മണിക്ക് മോള് വരുന്നതിന് മുമ്പ് എനിക്ക് വീടെത്താൻ വേണം. അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് തന്നെ ഇറങ്ങിയത്. അതാണ് ഇത്രയും ക്ഷീണമാവാൻ കാരണം. പിന്നെ സാധനങ്ങളെല്ലാം വീട്ടിൽ കൊണ്ടുവന്നു വെച്ച ഉടനെ കയറി കിടന്ന് ഉറക്കം വന്നില്ല. കുറേ സമയം ഭയങ്കര ബാക്ക് പെയിനൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് സമയം കിടന്നു.
അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നും ഈ ഫുഡ് കഴിക്കുന്ന ഇട്ടിട്ട് ഷോർട്സ് ഇട്ടിട്ട് ഞാൻ മടുത്ത്. അതുകൊണ്ട് ചുമ്മാ ഒന്ന് ഇട്ട് നോക്കിയതാണ് കേട്ടോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. താങ്ക് യു.